ഹലോ ഗൈസ്. സോ ഞാൻ ഇന്ന് പുറത്തേക്ക് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാ. ഞാൻ താമസിക്കുന്നത് ബർമിംഗ്ഹാമിലാണ്, UK ബർമിംഗ്ഹാമിലാണ്. ബർമിംഗ്ഹാമിൽ ബെയർവുഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇപ്പം ഞാനിപ്പോൾ ആദ്യം പോകുന്നത് ആൽഡി എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. ഇവിടുത്തെ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ചീപ്പായിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഇതാണ് ബെയർവുഡ് മെയിൻ സ്ട്രീറ്റ്, ബെയർവുഡ് ഹൈ സ്ട്രീറ്റ് എന്ന് പറയും. ഇവിടെ കുറേ ഷോപ്സും ഫാർമസീസും റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉള്ളൊരു മെയിൻ സ്ട്രീറ്റാണ്. അപ്പം ഞാനിവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 2 minutes നടന്നാൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തും. ഇപ്പോൾ ആൽഡി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ആ ദൂരെ ആ കാണുന്നതാണ് ആൽഡി. ഈ ആൽഡി ഇവർ കുറച്ചാളായിട്ട് അടച്ചിട്ടേക്കുമായിരുന്നു, റെനോവേഷൻ എന്ന് പറഞ്ഞിട്ട് അടച്ചിട്ടേക്കുമായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 7-8 monthsോളം. ഇപ്പോൾ ഒരു 2-3 days മുന്നെയാണ് ഇപ്പോൾ തുറന്നേക്കുന്നത്. ഞാനിപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പം സൂക്ഷിച്ച് വേണം ക്രോസ് ചെയ്യാൻ, പെട്ടെന്നൊക്കെ വണ്ടി കയറി വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ മെയിൻ കാർഡ് ഫാക്ടറി, ഗ്രെഗ്സ്, പൗണ്ട്ലാൻഡ്, ഇവിടെ തന്നെ ഐസ്ലാൻഡൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ആൽഡി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ട്രോളി എടുക്കാൻ പോവാ. ഇവിടെ ട്രോളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു £1 കോയിന് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും ട്രോളി എടുക്കുമ്പോൾ. അത് ട്രോളി തിരിച്ച് വെക്കുമ്പോഴത്തേക്കും അത് നമുക്ക് തിരിച്ചെടുക്കാനും പറ്റും. അപ്പം ഞാനിവിടെ ചിക്കൻ, മുട്ട, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇവിടെ വന്നേക്കണേ. എപ്പോഴും എഗ്ഗെല്ലാം ഓക്കെ ആണോ എന്ന് തുറന്ന് നോക്കണം എപ്പോഴും വാങ്ങുവാണെങ്കിൽ, ജസ്റ്റ് മേക്ക് ഷുവർ. സാധാരണ ഇടയ്ക്കൊക്കെ ഒരെണ്ണമൊക്കെ ചിലപ്പോൾ പൊട്ടിയിരിക്കും. സോ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഇത്രയും എടുക്കാനാണ് വന്നേ. ഇനി ഇത് വീട്ടിൽ കൊണ്ട് വയ്ക്കുക, തിരിച്ചുകൊണ്ട് വെച്ചിട്ട് ഒന്ന് സിറ്റിയിൽ പോകണം. അവിടെ കുറച്ച് പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് സെലിയോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഷോപ്പിംഗ് ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങണം. ആൽഡി ആണെങ്കിലും വേറെ ഏത് സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും UK ട്രോളി എടുക്കണമെങ്കിൽ നമ്മൾ ഒരു ഡെപ്പോസിറ്റ് പോലെ £1 നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. £1 കോയിൻ ഓർ €1 കോയിൻ അവർ ലോക്ക് ചെയ്ത് വെച്ചേക്കും എല്ലാ ട്രോളീസും. അപ്പം ഞാൻ നോർമലി ക്യാഷ് കൈ വെക്കാറില്ല, എല്ലാം കോണ്ടാക്ട്ലെസ് ആയതുകൊണ്ട് മോസ്റ്റ്ലി £1 കോയിൻ കാണത്തില്ല. അല്ലെങ്കിൽ ഇതിന് വേണ്ടി പ്രത്യേകിച്ച് എടുത്ത് വെച്ചേക്കണം, അത് പാടാണ്, മറന്നുപോകും. അപ്പം ഞാൻ കാർഡ് ഫാക്ടറിയിൽ ഒരു ദിവസം പോയപ്പോഴത്തേക്കും ഒരു സാധനം കണ്ടു, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ സാധനം. ഇത് ഒരു £1 കോയിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ ഹുക്കിന്ന് അഴിച്ചെടുത്തിട്ട് ആ ട്രോളിയിൽ ഇൻസേർട്ട് ചെയ്തിട്ട്, ഇപ്പം അതിൻ്റെ കീസിൻ്റെ കൂടെയാണ് ഞാൻ ഇട്ടേക്കുന്നത്, വീട്ടിലത്തെ കീസിൻ്റെ കൂടെ. ഇത് ഞാൻ വാങ്ങിയത് കാർഡ് ഫാക്ടറിയിൽ നിന്നാണ്. എല്ലാ സിറ്റീസിലും കാണും UK കാർഡ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിന് വില 99p ആണ്, ഓൾമോസ്റ്റ് £1 തന്നെയാണ് ഇതിനും. ഓക്കെ, അപ്പം ഞാനിപ്പം സിറ്റി സെൻറ്ററിലേക്ക് പോകാൻ വേണ്ടി ബസ് എടുക്കാൻ വേണ്ടി നിൽക്കുക. ഞാൻ താമസിക്കുന്നത് ബർമിംഗ്ഹാമിൻ്റെ സിറ്റിയുടെ ജസ്റ്റ് പുറത്താണ്. ബസ് എടുക്കുവാണെങ്കിൽ 20 minutes നമുക്ക് സിറ്റി സെൻറ്റർ എത്താൻ പറ്റും. പിന്നെ ഇവിടുത്തെ വെതറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ അതാ കുറച്ച് മുന്നേ മഴ പെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ നേരത്തെ കണ്ടല്ലോ, ഞാൻ കുടയും പിടിച്ചാണ് നടന്നത്. ഇപ്പോൾ പെട്ടെന്ന് മഴ മാറി, ഇനിയും മിക്കവാറും മഴ പെയ്യും. പിന്നെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ, ആ ട്രീ കണ്ടോ, ആ ട്രീ ഒക്കെ കളർ മാറാൻ തുടങ്ങി, ഓട്ടം തുടങ്ങാറായി. ഇവിടുത്തെ ബസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോരോ ബസ്സിനും ഡെഡിക്കേറ്റഡ് ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവർ ലെറ്റർ കോഡിങ് വെച്ചാണ് ചെയ്യണത്. അപ്പോൾ ഈ കാണുന്ന എൻ്റെ സ്റ്റോപ്പ് അവിടെ കണ്ടോ, BV എന്ന് എഴുതിയേക്കുന്നത്. അപ്പം ഈ സ്റ്റോപ്പിന് BV ആണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വേറൊരു ലെറ്റർ കോഡുള്ള സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഈ ബസ്സിൻ്റെ കാര്യവും എല്ലാം ഓർഗനൈസ്ഡ് ആണ്. ഇപ്പം ഇവിടെ തന്നെ ഈ സ്റ്റോപ്പിൽ തന്നെ എല്ലാ ബസ്സും നിർത്തുവാണെങ്കിൽ ഇവിടെ ചിലപ്പോൾ കൺജഷൻ ഉണ്ടാവും. അതുകൊണ്ട് അവർ കുറേ സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ബസ്സിൻ്റെ ടൈമിങ്, ഇവിടെ തന്നെ ഒരു ഇൻഫർമേഷൻ ബോർഡ് ഉണ്ട്, ഇത് കാണുന്നുണ്ടോ? ഈ ഇൻഫർമേഷൻ ബോർഡിൽ നമുക്ക് എത്ര മിനിറ്റിൽ ഏത് ബസ് വരും, എങ്ങോട്ടേക്കാണ് പോകണമെന്നൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഗൂഗിൾ മാപ്സിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് എത്ര ഡിലേ ഉണ്ട്, എത്ര മിനിറ്റ് ഡിലേ ഉണ്ട്, അല്ലെങ്കിൽ ഓൺ ടൈം ആണോ, ഏതൊക്കെ ബസ് ഏതൊക്കെ സ്റ്റോപ്പിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ലൊക്കേഷനിൽ നിന്ന് എനിക്ക് എൻ്റെ ബസ് വന്നു.
ഞാൻ ഓൾമോസ്റ്റ് ആ ബസ് മിസ്സാക്കിയേനെ. സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും അറിഞ്ഞില്ല ബസ് വന്നത്. ഓക്കെ, ഞാനപ്പോൾ കോൾമോറോ എത്തി. എൻ്റെ അവിടുന്ന് മെയിൻ സിറ്റി സെൻറ്ററിലേക്ക് ബസ് വരുന്നത് കോൾമോറോയിലേക്കാണ്. ഇവിടെ ബർമിംഗ്ഹാമിൽ സിറ്റിയിൽ 3 മെയിൻ ബസ് സ്റ്റോപ്സ് ആണുള്ളത്. ഒന്ന് കോൾമോറോ, വേറൊന്ന് പ്രയറി ക്വീൻസ് വേ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒന്ന് മൂർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട്. സോ ഇതാണ് കോൾമോറോ ബസ് സ്റ്റോപ്പ്. യു കെൻ സീ ഇവിടെ ഫുൾ ബസ് സ്റ്റോപ്സ് ആണ്. ആൻഡ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പാർക്കാണ്, പിജൻ പാർക്ക് എന്ന് പറയും. ഇവിടെ തന്നെ ഒരു ചേർച്ച് ഉണ്ട്. ഇതാണ് ആ ചേർച്ച്. ദെൻ ഇതാണ് പിജൻ പാർക്ക്. സോ ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ട് ആൾക്കാരും ഇല്ല. നോർമലി ഇപ്പോൾ സണ്ണിയൊക്കെ ആണെങ്കിൽ ഇവിടെ ഫുൾ ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കും. ആൻഡ് ഇവിടെ ചെയർസൊക്കെ ഇട്ടിട്ടുണ്ട്. നോർമലി ഇവിടെ ആൾക്കാർ ചില്ല് ചെയ്യാൻ വേണ്ടി വന്നിരിക്കാറുണ്ട്. ഈ വർക്ക് കഴിഞ്ഞിട്ട് ബ്രേക്കിൻ്റെ ഇടയ്ക്കോ വർക്ക് കഴിഞ്ഞിട്ടോ എന്തെങ്കിലും സ്നാക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് ഡ്രിങ്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് എങ്ങനെ വന്നിരിക്കാറുണ്ട് ഇവിടെയൊക്കെ. ഇപ്പോഴത് ആൾക്കാർ ഇരിക്കുന്ന കാണാം. ക്രിസ്മസ് ഒക്കെ ആകുമ്പം ഇവിടെ നല്ല രസമാണ്. ഇവിടെ റൈഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്രിസ്മസിന്. പിന്നെ ഇവിടെ കുറേ സ്റ്റോളും അങ്ങനെ. ക്രിസ്മസ് ടൈമിൽ കുറച്ച് മുന്നേ ആകുമ്പോഴത്തേക്കും ഇവിടെ പണി തുടങ്ങും. ഇതാണ് പിജൻ പാർക്ക്. തിങ്ക് പിജൻ പാർക്ക് എന്ന് പേര് വന്നത് ഇതുകൊണ്ടായിരിക്കണം, എനിക്കറിയില്ല. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. പിജൻ പാർക്കിലൂടെ നടന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും മെയിൻ സിറ്റി സെൻറ്റർ ഏരിയ എത്തും. അപ്പോൾ ഇതുവഴി നടന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആ കാണുന്ന റോഡാണ് മെയിൻ സ്ട്രീറ്റ്. സോ ഈ കാണുന്നതാണ് മെയിൻ സ്ട്രീറ്റ്. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഗ്രാൻഡ് സെൻട്രൽ മോള്, ഇവിടുത്തെ മെയിൻ മോളുണ്ട്. ഓക്കെ, ഞാനതുവഴി നടക്കാം. ഇതൊരു ട്രാം സ്റ്റോപ്പാണ്. ഇതുവഴി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ ട്രാമിൻ്റെ ലൈൻസ് കാണാൻ പറ്റും. ഇതുവഴിയായിരിക്കും ട്രാം പോകുന്നത്. ആൻഡ് ഇവിടെ അധികം ട്രാഫിക് അങ്ങനെ അലൗ ചെയ്യത്തില്ല. ടാക്സീസ് പിന്നെ റെയറായിട്ട് അതുവഴി വരുന്ന കാറുകൾ മാത്രമേ. ഇത് മെയിൻ ട്രാഫിക് ഇതുവഴി വരില്ല, കാരണം ട്രാമിൻ്റെയാണ് ഈ മെയിൻ പാത്ത്. അതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യാം ട്രാം വരാത്ത ടൈമിൽ. പിന്നെ അതാ ഇവിടെ ഒരു മെയിൻ ഷോപ്പ്, ഈ ടോക്കിയോ ടോയ്സ് എന്ന് പറഞ്ഞിട്ട് മാങ്ക സ്റ്റോറാണ്. ഇവിടെ ആനിമേ സ്റ്റഫും പോസ്റ്റേഴ്സും ടോയ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു മെയിൻ ഷോപ്പാണ് ടോക്കിയോ ടോയ്സ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ വെതർ കണ്ടോ, പെട്ടെന്ന് സണ്ണ് വന്നു. ഇവിടെ പെട്ടെന്ന് സണ്ണ് വന്നു. ആൻഡ് ഇപ്പോൾ പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ക്ലൗഡിയായി വീണ്ടും മഴ പെയ്യാൻ തുടങ്ങും. ഇവിടെ അങ്ങനെയാണ്. പിന്നെ ഇതൊരു നല്ല സ്റ്റോറാണ്, അർബൻ ഔട്ട്ഫിറ്റേഴ്സ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പക്ഷേ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ലോയിഡ്സ് ബാങ്ക് ഉണ്ട്. HSBC DJIയുടെ ഒരു പുതിയ സ്റ്റോർ ഇപ്പോൾ തുറന്നതാണ്. കുറച്ച് ഒരു കപ്പിൾ ഓഫ് മന്ത്സേ ആയുള്ളൂ ഇത് വന്നിട്ട്. പിന്നെ അതോ ആപ്പിൾ സ്റ്റോർ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ഇതുവഴി ഒന്ന് നടക്കാം. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂ സ്ട്രീറ്റ് എന്ന് പറയുന്ന വഴിയിലൂടെയാണ്. ഇവിടെയാണ് മെയിനായിട്ട് സിറ്റി സെൻറ്ററിലുള്ള ഷോപ്സും എല്ലാം ന്യൂ സ്ട്രീറ്റിലാണ് കാണുന്നത്. ഇവിടെ സ്റ്റാർബക്സ്, ടിം ഹോട്ടൻസ്, ഓൾ ദ റെസ്റ്റോറൻറ്റ്സ്. ഇവിടെ തന്നെ ഒരു ടെസ്കോ എക്സ്പ്രസ് ഉണ്ട്, വലിയൊരു ടെസ്കോ എക്സ്പ്രസ് ആണ് ഇവിടെ ഉള്ളത്. ഇതുവഴി നേരെ നടക്കുവാണെങ്കിൽ ഇവിടുത്തെ ലൈബ്രറി എത്തും, ബർമിംഗ്ഹാം ലൈബ്രറി. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നടക്കണില്ല, പിന്നെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. ഞാൻ തിരിച്ചു നടക്കുവാണ്. ഞാൻ ഗ്രാൻഡ് സെൻട്രൽ മോളിലേക്കാണ് പോകുന്നത്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ന്യൂ സ്ട്രീറ്റ് സ്റ്റേഷൻ എത്തും, ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റ് ട്രെയിൻ സ്റ്റേഷൻ. സോ വെൽക്കം ടു ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റ് സ്റ്റേഷൻ. ഇവിടെ ആണ് ഈ ബർമിംഗ്ഹാമിൻ്റെ മെയിൻ ട്രെയിൻ സ്റ്റേഷനാണിത്. ആൻഡ് ഇതിൻ്റെ തൊട്ട് മുകളിലാണ് ഗ്രാൻഡ് സെൻട്രൽ മോൾ. ഇവിടെ തന്നെ എസ്കലേറ്റേഴ്സ് ഉണ്ട്. ഇതുവഴി മുകളിലേക്ക് കയറിയാൽ ഗ്രാൻഡ് സെൻട്രൽ മോൾ എത്തും. അപ്പോൾ ഈ ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോരോ പ്ലാറ്റ്ഫോമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇവർ. ഇപ്പോൾ കണ്ടാലറിയാം 1B to 12B റെഡ് സോൺ. പിന്നെ അവിടെ പോയാൽ ഒരു ബ്ലൂ സോൺ ഉണ്ട്. ബ്ലൂ സോൺ ഇവിടെ ഉണ്ട്. ഇവിടെയാണ് ഇൻഫർമേഷൻ ഏരിയ. ഇവിടെ എല്ലാ ട്രെയിനിൻ്റെയും ടൈമിങ്ങും ഡിലേഡ് ആണോ അല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ടിക്കറ്റ്സ് വാങ്ങാനുള്ള ഏരിയ അവിടെയുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ ബുള്ളാണ്.
ഓസി ദ ബുൾ. ഞാൻ ഉണ്ടായിരുന്നു ഇവർ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഓരോരോ പാർട്സ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ഫിക്സ് ചെയ്യാനുണ്ടായിരുന്നത്. ഇറ്റ്സ് ലൈക്ക് എ മെക്കാനിക്കൽ ബുൾ വിച്ച് മൂവ്സ് കുറച്ച് ചെറുതായിട്ട്. ഓസി ദ ബുൾ അറ്റ് 1:15. സോ 8:15 തൊട്ട് ഓരോ 15ാമത്തെ നിമിഷം, അതായത് 9:15, 10:15 അങ്ങനെ ഓരോ സമയവും അത് അതിൻ്റെ ടെയില് വാഗ് ചെയ്യും. പിന്നെ കണ്ണൊക്കെ മൂവ്മെൻ്റ് ഉണ്ട്, കാണാൻ പറ്റും. ആ കണ്ണ് മൂവ് ആവും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പം ഓൾമോസ്റ്റ് ഒരു 1 year ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇവിടെ ആൾക്കാർ വരുമ്പോഴത്തേക്കും മെയിനായിട്ട് അവർ നിന്ന് ഫോട്ടോ എടുക്കുന്നതും ട്രെയിൻ സ്റ്റേഷൻ വഴി പാസ് ചെയ്യുന്നവരൊക്കെ, ഇതുവഴി ട്രാവൽ ചെയ്യുന്നവരൊക്കെ മെയിനായിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. സോ അപ്പോൾ ഇതാണ് ന്യൂ സ്ട്രീറ്റ് സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രാൻഡ് സെൻട്രൽ മോൾ ഓൾസോ കാണിച്ചു തരാം. ഞാനിപ്പം ഒരു കോഫി കുടിക്കാൻ വേണ്ടി പോവാണ്. Thank you. Sorry, it's kind of a... No, it's fine. സോ ഞാനിപ്പോൾ കഫേ നെറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേയിലാണ് വന്നേക്കുന്നത്. ഞാൻ കുടിക്കുന്ന ഡ്രിങ്ക് ആക്ച്വലി 4.85 pounds നോർമൽ പ്രൈസ്. പക്ഷേ ഇവിടെ കഫേ നെറോയും 3 SIM, ഇവിടുത്തെ ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡറാണ് 3. അവരുടെ സിം ഉള്ള ആൾക്കാർക്ക് കഫേ നെറോ വരുമ്പോഴത്തേക്കും ഒരാഴ്ചയിൽ £1 ഒരു ഡ്രിങ്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ ഈ 4.85 pound ഡ്രിങ്ക് നമുക്ക് £1 കിട്ടും. സോ ഇപ്പം ഞാൻ അതാണ് £1 ആയുള്ളൂ. ഇവിടെ സ്റ്റേഷനിൽ ഫ്രീ വൈഫൈ ഓൾസോ ഉണ്ട്. മോസ്റ്റ്ലി ഞാൻ ഇവിടെ വന്നിട്ടൊന്നും ഓർഡർ ചെയ്യാറില്ല. ലാപ്ടോപ്പായിട്ട് ഇവിടെ വന്നിരിക്കും. കുറച്ച് നേരം ഒരു 2-3 hours ഇരുന്നിട്ട് ഞാൻ പോകാറാണ് പതിവ്. സിറ്റി സെൻറ്ററിലെ ഒരു മോളാണ് ഗ്രാൻഡ് സെൻട്രൽ. ആൻഡ് ബുൾ റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അതും ഗ്രാൻഡ് സെൻട്രലും കണക്റ്റഡ് ആണ്. അത് കണക്ട് ചെയ്യുന്നത് ഈ ബുൾ റിംഗ് ലിങ്ക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഏരിയയാണ്. ഇത് ഒരു പാലം പോലെ ഗ്രാൻഡ് സെൻട്രലിനെയും ബുൾ റിങ്ങിനെയും കണക്ട് ചെയ്യും. ഇത് കാണുന്നത് ലെയിൻ 7 എന്ന് പറഞ്ഞിട്ട് ഒരു ആർക്കേഡ് പ്ലേസ് ആണ്. കുറേ ഗെയിംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാനിപ്പോൾ കയറിയ കഫേ നെറോ ഇവിടെ 1, 2 മൊത്തം 3-4 എണ്ണം ഉണ്ട് ഈ സിറ്റിയിൽ തന്നെ, ബർമിംഗം സിറ്റിയിൽ തന്നെ. ഇപ്പോൾ ഈ ഒരു കഫേ നെറോ ഓൾസോ ഉണ്ട്. ഇത് ലിങ്ക് സ്ട്രീറ്റിലാണുള്ളത്. ഓൾമോസ്റ്റ് ബുൾ റിംഗ് എത്താറായി. ഇങ്ങനെ വെച്ചേക്കുന്ന കടകളെല്ലാം ഇനി വരാൻ പോകുന്ന കടകളാണ്. കമ്മിങ് സൂൺ എന്ന് എഴുതിയേക്കുന്നതാണ്. ഇങ്ങനെ ഇവിടെ സാറ വരാൻ പോവാണ്. അവിടെ നോക്കുവാണെങ്കിൽ ഒരു സെഫോറ വരാൻ പോവാണ്. അപ്പം ഞാനിനി ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് എവിടെന്നേലും കഴിക്കാനൊന്ന് കയറണം. എവിടെയാണെന്ന് ഉറപ്പിച്ചില്ല. ഈ സ്ഥലം സാൻഡ് ബോക്സ് VR എന്ന് പറഞ്ഞിട്ട് ഇതൊരു VR പ്ലേസ് ആണ്. ഇവിടെ ഗെയിമിംഗ് ആണുള്ളത്. മറ്റേ VR വെച്ചിട്ട് ഒരു ഗെയിം കളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഞാൻ ഒരു തവണ കളിച്ചിട്ടുണ്ട്. ഭയങ്കര നല്ലതാണ്. സോ ആരെങ്കിലും ബർമിംഗമിൽ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. ലണ്ടൻ ഓൾസോ ഇവരുടെ ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ബർഗർ ആൻഡ് സോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളൊരു കടയിലാണ് വന്നേക്കുന്നത്. ഗ്രാൻഡ് സെൻട്രൽ മോളിനകത്ത് തന്നെയാണ് ഈ കട ഉള്ളത്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു മീൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, ബർഗർ മീൽ. അപ്പോൾ ഇവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഈ ഒരു സാധനം തന്നു. ഇത് വൈബ്രേറ്റ് ചെയ്യോ ഫ്ലാഷ് ചെയ്യോ ബീപ്പ് ചെയ്യോ ചെയ്യുമ്പം നമ്മുടെ ഓർഡർ റെഡി ആണെന്നാണ് അർത്ഥം. താങ്ക് യു. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടുത്തെ ബർഗർ ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇപ്പോൾ ഞാൻ വാങ്ങിയത് ഒരു മീൽ ഡീലാണ്. ഒരു ബർഗർ, 2 സ്ട്രിപ്സ്, ഫ്രൈസ് ആൻഡ് ഡ്രിങ്ക്. ഇപ്പോൾ ഞാൻ പേ ചെയ്തത് £11 ആണ്. കുഴപ്പമില്ല, ടേസ്റ്റും വർത്ത് ദ മണിയാണ്. അതുകൊണ്ട് £11 കൊടുക്കാം.
ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് സെലിയോക്ക് എന്നാണ്. സിറ്റി സെൻറ്ററിൽ നിന്ന് അഗൈൻ ബസ് എടുത്ത് ഒരു 25 മിനിറ്റ്സിൽ സെലിയോക്ക് എത്താൻ പറ്റും. ഇത് മെയിൻലി ഒരു സ്റ്റുഡൻറ് ഏരിയയാണ്. ഇവിടെ കുറേ സ്റ്റുഡൻസും മെയിൻലി ഏഷ്യൻ പീപ്പിളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ കുറേ ഏഷ്യൻ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ മെയിനായിട്ട് ഇവിടെ വന്നത് സോൾ പ്ലാസ എന്ന് പറയുന്ന ഒരു കടയിൽ കയറാനാണ്. അവിടെ ഫുൾ കൊറിയൻ സ്റ്റഫാണുള്ളത്. അപ്പോൾ ഞാൻ അവിടുന്ന് നൂഡിൽസും തെബൊക്കയും ഒക്കെ വാങ്ങിച്ചു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അത് ഞാൻ ഇവിടെ വന്ന് വാങ്ങാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബർമിംഗമിലുള്ള എൻ്റെ ഒരു ദിവസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് ഇഫ് ദേർസ് എനിത്തിങ്. ഓക്കെ, ഞാനപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. ബൈ.